രാജസ്ഥാനിൽ 2 മലയാളി പാസ്റ്റർമാർക്കെതിരെ കേസ്. മതപരിവർത്തനം നടത്തിയാൽ 1 കോടി രൂപ പിഴയും ജീവപര്യന്ത തടവും ശിക്ഷ നൽകുന്ന രാജസ്ഥാനിലെ പുതിയ വിവാദമായ മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പുതിയ നിയമപ്രകാരം എടുക്കുന്ന ആദ്യത്തെ കേസാണിതെന്ന പ്രത്യേകത കൂടെയുണ്ട്. രാജസ്ഥാനിലെ കോട്ടയിൽ സഭയിലെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി പേരെ സ്നാനപ്പെടുത്തുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് 2 മലയാളി സുവിശേഷകർക്കെതിരെ രാജസ്ഥാനിലെ പുതിയ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള പാസ്റ്റർ ചാണ്ടി വർഗീസിനും കോട്ടയിൽ നിന്നുള്ള പാസ്റ്റർ അരുൺ ജോണിനുമാണ് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരിതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പാസ്റ്റർ ചാണ്ടി വർഗീസ് തിരുവല്ല സ്വദേശിയും ഡൽഹിയിലെ പട്ടേൽ നഗറിലുള്ള ഗ്ലോബൽ വർഷിപ്പ് സെന്റർ സഭയുടെ പാസ്റ്ററും സുവിശേഷ പ്രഭാഷകനുമാണ്. പാസ്റ്റർ അരുൺ ജോൺ കോട്ടയിലെ ബേർഷേബ സഭയുടെ ശുശ്രൂഷകനും ബേർഷേബ സഭകളുടെ രാജസ്ഥാൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമാണ്. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും കുറഞ്ഞത് 1 കോടി രൂപ പിഴയും ലഭിക്കുന്ന പുതിയ വിവാദ നിയമപ്രകാരം രാജസ്ഥാനിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത്. നവംബർ 4 മുതൽ 6 വരെ കോട്ടയിലെ ബേർഷേബ ചർച്ചിൽ നടന്ന കൺവെൻഷനിൽ അവർ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും പ്രാദേശിക ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയത്. ഹിന്ദു തീവ്രവാദ സംഘടനകൾ നൽകിയ പരാതികളിൽ നവംബർ 20 വ്യാഴാഴ്ച രാത്രി വൈകിയാണ് പ്രഥമ വിവര റിപ്പോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തത്. പരിപാടിക്കിടെ മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ആളുകളെ സ്നാനപ്പെടുത്തുകയും ചെയ്തതായി ബോർഖേഡ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികൾ ഹിന്ദു സമൂഹത്തെ അപമാനകരമായ പരാമർശങ്ങൾ നടത്തി അവഹേളിച്ചുവെന്നും രാജസ്ഥാൻ സർക്കാരിനെ പിശാചിന്റെ രാജ്യമെന്ന് വിശേഷിപ്പിച്ചതായും FIR-ൽ ആരോപിക്കുന്നുണ്ട്. കോട്ടയിൽ ബേർഷേബ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ അരുൺ ജോൺ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. 3 ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് പോലീസ് തന്നോടും പാസ്റ്റർ വർഗീസിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കുവാനില്ല. അതിൻ്റെ വീഡിയോകൾ ഇതിനകം തന്നെ പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. സമ്മേളനത്തിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇത് തികച്ചും ഒരു ആത്മീയ സമ്മേളനം മാത്രമായിരുന്നു, അദ്ദേഹം തുറന്നു പറയുന്നു. സത്യത്തിൽ ക്രിസ്തീയ ആത്മീയ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന സാത്താൻ്റെ സാമ്രാജ്യം എന്നൊക്കെയുള്ള വാക്കുകൾ ഏതെങ്കിലും സർക്കാരിനെയോ പാർട്ടിയെയോ ഉദ്ദേശിച്ച് ഉപയോഗിക്കുന്നതല്ല, ബിബ്ലിക്കൽ ലാംഗ്വേജ് ആണ്. പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും പരാതി നൽകുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. സെപ്റ്റംബർ 9 നടന്ന മൺസൂൺ സമ്മേളനത്തിൽ സംസ്ഥാന നിയമസഭയിൽ വിവാദമായ മതപരിവർത്തന വിരുദ്ധ ബിൽ പാസാക്കിയിരുന്നു. ഒക്ടോബർ 29 ആഭ്യന്തര വകുപ്പ് ഈ നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവ്, 1 കോടി രൂപ പിഴ, അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും, വീടുകൾ പൊളിച്ചു കളയും എന്നിവ ഉൾപ്പെടെ കടുത്ത ശിക്ഷകളാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ നിയമം കൊണ്ടുവന്ന സമയം മുതൽ വ്യാപകമായ വിമർശനമുണ്ടായിരുന്നു. വ്യാപകമായി ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഈ നിയമം ക്രിസ്തീയ സഭകളെ തകർക്കുവാനുള്ള ആയുധമായി ഉപയോഗിക്കുവാനാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതേസമയം തന്നെ ഹിന്ദുമതത്തിലേക്ക് പുനർമതപരിവർത്തനം നടത്തുന്നവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നും ആ നിയമത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അവരെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി നിയമം കൊണ്ടുവന്ന ഏറ്റവും അവസാനത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സമാനമായ നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഏറ്റവും കടുത്ത ശിക്ഷകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. ഈ നിയമത്തിൻ്റെ സാധുതയെ ചോദ്യം ചെയ്ത് ജയ്പൂർ കാത്തലിക് വെൽഫെയർ സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയിലുണ്ട്. ഈ ആഴ്ച ആദ്യം സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതിയുടെ മുൻകാല വിധിന്യായങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമം എന്നുമാണ് ഹർജിക്കാർ വാദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പാസ്റ്റർ ചാണ്ടി വർഗീസിനും പാസ്റ്റർ അരുൺ ജോണിനും എതിരെ എടുത്തിരിക്കുന്ന ഈ കേസ്
എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും അവരെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ സുവിശേഷകർ അറസ്റ്റ് ചെയ്യപ്പെടുവാനോ ജയിലിൽ അടയ്ക്കപ്പെടുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാകാതെ അവർക്ക് ജാമ്യം ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുക.